തിരുവനന്തപുരം ശ്രീകാര്യം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ ജീപ്പ് പിടിച്ച് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. അപകട വിവരം യഥാസമയം പോലീസിനെയോ ബന്ധുക്കളെയോ അറിയിച്ചില്ലെന്നും ആരോപണമുയർന്നു. അപകടത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:30 കൂടിയാണ് കോളേജ് ക്യാമ്പസിൽ ദാരുണമായ അപകടമുണ്ടായത്. മെൻസ് ഹോസ്റ്റലിന്റെ ഓണാഘോഷ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റിയ ജീപ്പിടിച്ചാണ് തസ്നി ബഷീർ എന്ന പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. അപകടം നടന്ന് 5 മണിക്കൂറിന് ശേഷമാണ് കോളേജ് അധികൃതർ ബന്ധുക്കളെയും പോലീസിനെയും വിവരമറിയിച്ചത്. ജീപ്പ് ഓടിച്ചിരുന്ന വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായി കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. മദ്യപിച്ചിട്ടുണ്ടാവും, 100% മദ്യപിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ആക്സിഡന്റ് വരില്ല. കാരണം 13 വയസ്സിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അവർ പറയുന്നത്, ചിലവർ പറയുന്ന വണ്ടി റിവേഴ്സ് വന്നതാണ്, ചിലവർ പറയുന്നത് അവള് കുമ്പിട്ട് നിന്നുകൊണ്ട് എന്താ ഫോട്ടോ എടുക്കാൻ എന്തിനാ നിന്നപ്പോൾ ആയതാണെന്നാണ് പറയുന്നത്. ഇതൊന്നും അല്ല, മദ്യപിച്ചുകൊണ്ട് കുട്ടിയെ തലക്കടി പറ്റിയിരിക്കണ്. കുറ്റക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. 2 ജീപ്പുകളാണ് ഇന്നലെ ക്യാമ്പസിലുണ്ടായിരുന്നത്. ഇതിൽ ഒരെണ്ണം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ജീപ്പിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പോലീസ് കരുതുന്നത്. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത ജീപ്പിന്റെ രേഖകൾ കൃത്യമല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജീപ്പ് ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.